إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والفجر وليال عشر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم إياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസി വിശ്വാസിനികളെ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖിലമാന മേഖലകളിൽ പാലിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇന്ന് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാൾ പ്രമാണിച്ച് ഒരു കടയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ വളരെ വിലക്കുറവിൽ നൽകുന്നു എന്നറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നാം ആരും അത് നഷ്ടപ്പെടുത്തുകയില്ല. നമ്മളെല്ലാവരും നമ്മളിലുള്ള സമ്പാദ്യം വെച്ച് നമ്മുടെ സമയം കണ്ടെത്തി ആ ബ്രാൻഡഡ് ഡ്രസ്സ് വിലക്കുറവിൽ ലഭിക്കുന്ന കടയിലേക്ക് തിക്കിനും തിരക്കിലും ഇടയിലൂടെയെങ്കിലും നമ്മൾ കടന്നു ചെല്ലും.
അവിടെ പോയി ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടിയിട്ടും നമ്മൾ പരിശ്രമിക്കും. എന്നാൽ ഇതേ രൂപത്തിലുള്ള മനോഭാവം, ഇതേ ഒരു അവസ്ഥ നമ്മുടെ നന്മകളുടെ വിഷയത്തിൽ, നന്മ ചെയ്യുന്ന വിഷയത്തിൽ, നന്മ കണ്ടെത്തുന്നതിൻ്റെ വിഷയത്തിൽ നാം ഈ നിലപാട് സ്വീകരിക്കാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഈ നിലപാടായിരിക്കണം നന്മകളുടെ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടത്. ഉത്തമമായതും ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു സമയവും ഒരു സന്ദർഭവും നാം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിക്കൂടാ. റബ്ബ് സുബ്ഹാനഹു വ തആല ചില സമയങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്കെല്ലാം വലിയ പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅതു ഹുറും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. റബ്ബിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 മാസങ്ങളാകുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഈ കാണുന്ന ആകാശത്തെയും ഈ കാണുന്ന ഭൂമിയെയും സൃഷ്ടിക്കുന്ന അന്ന് തൊട്ട് റബ്ബിന്റെ അടുക്കൽ റബ്ബ് കണക്കാക്കിയിട്ടുള്ള മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആകുന്നു. മിൻഹാ അർബഅതു ഹുറും, അതിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അപ്പൊ 4 മാസങ്ങൾക്ക് റബ്ബ് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചില രാത്രികൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന് പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഹറം മാസത്തിന്റെ രാത്രി നമസ്കാരത്തിനും പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, അഫ്ളലുസ് സിയാമി ബഅദ ശഹ്ർ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസത്തിലെ നോമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വമേറിയ നോമ്പ് റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുടർന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഇനി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത്, ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മാസങ്ങൾക്ക് പ്രത്യേകതയുള്ളതുപോലെ, ദിവസങ്ങൾക്ക് പ്രത്യേകതയുള്ളതുപോലെ, കർമ്മങ്ങൾക്ക് ചില സമയത്ത് പ്രത്യേകതയുള്ളതുപോലെ ചില സ്ഥലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ല തുഷ്ഹദു അർരിഹാലു ഇല്ല ഇല സലാസ. 3 സ്ഥലങ്ങളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോകരുത്. ഏതെല്ലാമാണ് ആ സ്ഥലങ്ങൾ? മസാജിദ, 3 മസ്ജിദുകളിലേക്കല്ലാതെ. ഏതാണ് മസ്ജിദുകൾ? അൽ മസ്ജിദുൽ ഹറാം, വ മസ്ജിദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വ മസ്ജിദുൽ അഖ്സ, അഖ്സയിലെ പള്ളിയും അതുപോലെ മസ്ജിദുൻ നബവിയും കഅബയിലുള്ള മസ്ജിദുൽ ഹറാമും എന്ന് പറയുന്ന ഈ പള്ളികളിലേക്ക് മാത്രമാണ് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോകേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങൾ റബ്ബ് ശ്രേഷ്ഠമാക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ 10 ദിനങ്ങൾ ശ്രേഷ്ഠമാക്കിയത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളെ പിടിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ ഏതാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. എന്താ പറയുന്നത്? വലയാലിൻ അശ്ർ അൽ മുറാദു ബിഹാ അൽ അശ്റു ദുൽ ഹിജ്ജ. ഈ 10 ദിവസങ്ങൾ എന്നുകൊണ്ട്, രാവുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുല്ലാ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഇനി ഇമാം ജരീർ അത്തൊബരി അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, അജ്മഅൽ ഉലമ അല അന്നൽ മുറാദു ബിൽ അശ്ർ ഫീ ഹാദിഹിൽ ആയാം ഹിയ അശ്റതു ദുൽ ഹിജ്ജ. എല്ലാ പണ്ഡിതന്മാരും, അധിക പണ്ഡിതന്മാരും ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള റബ്ബ് രേഖപ്പെടുത്തിയിട്ടുള്ള വലയാലിൻ അശ്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാകുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹവും രേഖപ്പെടുത്തുകയാണ്.
ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസിലൂടെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുമായിരുന്നു, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജയിലെ ഓരോ ദിനരാത്രങ്ങളും 1000 ദിനങ്ങളെപ്പോലെയാണ്, അറഫാ ദിനം ആയിരക്കണക്കിന് ദിനങ്ങളെപ്പോലെയുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതുപോലെ അതിനെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതും ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കടന്നു വരുന്ന 10 ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൽ അമലു ഫീ അയ്യാമി അഫ്ളലു മിൻഹാ ഫീ ആദിഹിം. ഈ 10 ദിവസങ്ങളിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാലു, അപ്പോൾ അവർ സംശയം ചോദിക്കുകയാണ്, നമ്മളൊക്കെ ചോദിക്കുന്നത് പോലെ പ്രവാചകരോട് അവരും ചോദിക്കുകയാണ്, വലൽ ജിഹാദ്, ജിഹാദിനും ഇതിനേക്കാളേറെ പുണ്യമില്ലേ പ്രവാചകരെ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ കൊടുക്കുന്ന മറുപടിയുണ്ട്, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഅൻ. ഒരു വ്യക്തി അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്, എന്നിട്ട് ജിഹാദിലും ഇതില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും ലഭിക്കാതെ ഷഹീദായി മരണമടയുകയും ചെയ്യുകയാണ് എങ്കിലല്ലാതെ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ പ്രവർത്തനത്തിന് പുണ്യം. അതിനേക്കാളേറെ പുണ്യമാണ് ഈ 10 ദിനരാത്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്കുള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല മഹാനായ താബിഈ പണ്ഡിതൻ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം ഈ 10 ദിനങ്ങളുടെ സമീപനം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമുൽ ഉശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹി. അദ്ദേഹം പറയാണ്, ഈ സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ ഇദാ ദഖല അയ്യാമുൽ ഉശ്ർ, ആ 10 ദിനങ്ങൾ കടന്നു വരുമ്പോൾ, തൻ്റെ ജീവിതത്തിലേക്ക് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ, വളരെ കഴിവിൻ്റെ പരമാവധി രൂപത്തിൽ അദ്ദേഹം പരിശ്രമിക്കും. ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹിം, തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് അത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആരാധനകൾ സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് എന്നുള്ളത്. കാല ഇബ്നു അജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയാണ്, വല്ലദീ യൽഹുറു അന്ന സബബ് ഫീ ഇംതിഹാസിൽ അശ്റ ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജ ദിനത്തിൻ്റെ പ്രത്യേകത എന്താ എന്നാൽ ലമകാന ഇജ്തമാ ഉമ്മഹാത്തുൽ ഇബാദ് ഫീഹി വഹിയ സ്വലാത്ത് വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ് വലാ യഅതി ദാലിക ഫീ ഗൈരിഹി. മാത്രമല്ല അദ്ദേഹം വളരെ കൃത്യമായി പറയാണ്, ലമകാന ഇജ്തിമാഉൽ ഉമ്മഹാത്തുൽ ഇബാദാത്ത് ഫീഹിം, ഈ ഉമ്മത്തിലെ ഒരുപാട് ആളുകൾ ഇബാദത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടും. വഹിയ സ്വലാത്ത്, ഏതെല്ലാമാണ് ആ ഒരുമിച്ച് കൂടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? നമസ്കാരം ഈ മാസത്തിൽ ഒരുമിച്ച് കൂടും, വസ്വിയാം നോമ്പ്, അതുപോലെ വസ്വദഖ സ്വദഖകൾ, വൽ ഹജ്ജ് ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ഇല്ലാത്ത പ്രവർത്തനമായ ഹജ്ജും ഈ മാസത്തിലാണ് ഒരുമിച്ച് കൂടുക. മാത്രമല്ല വലായ ഫീ ഗൈരിഹി, ഈ സന്ദർഭത്തിലല്ലാതെ, ഈ മാസത്തിലല്ലാതെ, ഈ ദിവസത്തിലല്ലാതെ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂടുകയുമില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് റമദാനിലെ 10 ദിനങ്ങൾക്കാണോ ഈ 10 ദിനങ്ങൾക്കാണോ ശ്രേഷ്ഠത കൂടുതലുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം നൽകുന്ന മറുപടി, രാത്രികളിൽ ശ്രേഷ്ഠമായത് റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളാണ് എന്നും
പകലിൽ ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ് എന്നും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ആരാധനകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ദുൽഹിജ്ജ 10 നമുക്ക് ലഭിക്കണം. കാരണം അടുത്ത് വരുന്നൊരു ദുൽഹിജ്ജ 10-ന് ഞാൻ ഉണ്ടാകണമെന്നില്ല, നിങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതിനു മുമ്പ് റബ്ബിൻ്റെ വിളിക്ക് ചിലപ്പോൾ നമ്മൾ ഉത്തരം നൽകിയേക്കാം. അതുകൊണ്ട് ഈ കടന്നു വരുന്ന ഈ 10 ദിനങ്ങൾ ഉപയോഗപ്രദമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിർബന്ധ നമസ്കാരം നഷ്ടപ്പെടുത്താതെ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ, ഈ 10 ദിനങ്ങളിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സാധിക്കുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അൻ ഹുനൈൻ ഇബ്നു ഖാലിദ് അൻ ഇംറഅതിഹി അൻ ബഅളി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹുനൈൻ ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യസൂമു ദിൽ ഹിജ്ജ വയൗമു ആശൂറാ വസലാസത്തു അയ്യാമി മിൻ കുല്ലി ശഹർ വഅവ്വലു ഇസ്നൈനി മിൻ അശ്ഹുറി വൽ ഖംസ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9-നും ആശൂറ ദിനത്തിലും ഓരോ മാസവും 3 ദിവസവും അയ്യാമുൽ ബീളിന്റെ 13, 14, 15 ദിവസങ്ങളിലും ഹിജ്റ കലണ്ടർ പ്രകാരം 13, 14, 15 ദിവസങ്ങളിലും നോമ്പ് പിടിക്കുമായിരുന്നു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. നമസ്കാരങ്ങൾ നിർവഹിക്കാൻ, നോമ്പുകൾ നോൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ ഇതെല്ലാം വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിൻ അമലി ഫീഹിന്ന മിൻ ആദിൽ അയ്യാമിൽ ഉശ്ർ. അല്ലാഹുവിൻ്റെ അടുക്കൽ മാ മിൻ അമലിൻ, ഒരു അമലില്ല അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ 10 ദിവസങ്ങളെക്കാൾ ഈ 10 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ പ്രിയമേറിയതും ശ്രേഷ്ഠമായതുമായ ഒരു ദിനങ്ങളുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ തഹ്മീലുകൾ, നിങ്ങൾ തക്ബീറുകൾ, നിങ്ങൾ തഹ്മീദുകൾ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ, തക്ബീറുകൾ ചൊല്ലാൻ, തഹ്മീദുകൾ ഉരുവിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അതുപോലെ തന്നെ ധാരാളം സ്വതക്ക നൽകാൻ ഈ ദിനരാത്രങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് പറയുന്നത്, സ്വതക്ക എന്ന് പറയുന്നത് തന്നെ സ്വതക്ക എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്ന ഒന്നാണ്. വെള്ളം തീയെ കരിച്ചു കളയുന്നത് പോലെ, തീയെ അണത്തി കളയുന്നത് പോലെ പാപങ്ങളെ സ്വതക്ക ഇല്ലാതെയാക്കി കളയുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിങ്ങളിലേക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് ഈ ദിവസങ്ങളിൽ ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളും തയ്യാറാകുക. അങ്ങനെ ഈ കടന്നു വരുന്ന ദിവസങ്ങളിൽ ധാരാളം പുണ്യങ്ങൾ കരസ്ഥമാക്കി ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ആമീൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ് വ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖിലമാന മേഖലകളിൽ പാലിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാം പറഞ്ഞു വന്നത്,
ദുൽഹിജ്ജ മാസത്തിലെ പ്രത്യേകതകളെക്കുറിച്ചാണ്. നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ആ ബലികർമ്മം നിർവഹിക്കുന്നതിൽ കഴിവുള്ളവൻ, സമ്പത്തുള്ളവൻ, അതിന് ത്വാക്കത്തുള്ളവൻ, അതിന് ഒത്തുവരുന്നവർ ബലി നൽകണം, ബലി അറുക്കണം എന്നുള്ളതിന് പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു സംശയവുമില്ല. ബലികർമ്മം നിർബന്ധമോ സുന്നത്തോ എന്നുള്ളതിൽ മാത്രമാണ് സംശയമുള്ളത്. ബലികർമ്മത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഒരുപാട് ഹദീസുകൾ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പണ്ഡിത ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം വായിക്കുമ്പോൾ കടം വാങ്ങിയിട്ടെങ്കിലും ബലി അറുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. എന്നാൽ ഇന്നും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ വജദ സഅതൻ ലിഅൻ യുളഹ ഫലം യുളഹി ഫലാ യഖ്ദുർ മുസല്ലന. ആർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ടായിട്ട്, അതിനുള്ള തോക്കത്തുണ്ടായിട്ട്, അതിനുള്ള സമ്പത്തുണ്ടായിട്ട് ബലി അറുക്കാതെയാണ് അവൻ മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവൻ ഈദ് മുസല്ലയിലേക്ക് കടന്നു വരേണ്ടതില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, ഡ്രസ്സ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ഒരുപാട് സമ്പത്ത്, മറ്റുള്ള അനാവശ്യമായിട്ടും ഒരുപാട് സമ്പത്ത് ചിലവഴിക്കാറുണ്ട്. എന്നാൽ വർഷത്തിൽ ഒരു 10,000 രൂപ, ഒരു ഷെയറിന് ഏകദേശം ഒരു 10,000, ഒരു 15,000 ഇടയിലേ വരുള്ളൂ. ആ ഒരു 10,000 രൂപ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ റബ്ബ് അത്രയേറെ നിർബന്ധപൂർവ്വം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൊരു ആരാധന, വർഷത്തിൽ ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം ഒരു 4 ലക്ഷം, 5 ലക്ഷം, 8 ലക്ഷം ഒക്കെ വേണം പോയി വരാൻ. എന്നാൽ ഒരു 10,000, 15,000 രൂപ ഒരു വർഷത്തിൽ മാറ്റിവെച്ച് ഒരു ബലി അറുക്കുന്നതിൽ പങ്കാളിയാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ആ സ്വഹാബത്ത് കടന്നു പോകുന്ന, ആ താബിഈകൾ കടന്നു പോകുന്ന, ആ ഉമ്മുൽ മുഅ്മിനീങ്ങൾ കടന്നു പോകുന്ന ആ സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിൻ്റെ പരിമളത്തിലേക്ക് എങ്ങനെ കടന്നു പോകുമെന്ന് ഓരോരുത്തരും ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട്. ബലി കർമ്മം നടത്തുവാൻ കഴിവുണ്ടെങ്കിൽ സഹോദരന്മാരെ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ ടൈമിൽ, ഈ പെരുന്നാളിന് നമുക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ചെറുപെരുന്നാൾക്ക് എടുത്ത നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും പറഞ്ഞ് മനസ്സിലാക്കി ആ പണം ബലികർമ്മം നടത്തുന്നതിന് വേണ്ടി മാറ്റിവെക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 28-ാം തീയതിക്ക് മുമ്പിൽ ഈ മഹല്ലിൽ ആരൊക്കെ ബലിയർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരെല്ലാവരും അതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ഗഫൂർ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട് 28-ാം തീയതിക്ക് മുമ്പ്. എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്ലാനിങ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആളുകൾ ആ ഒരു കർമ്മത്തിൽ പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, സ്വതക്ക എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്. നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനത്തിന് നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഈ പള്ളി പരിപാലിക്കുന്നത്. പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് റബ്ബിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആ വാതിലിൻ്റെ അടുക്കൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാണയത്തൊട്ടുകളും അതുപോലെ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി, ഈ പള്ളി പരിപാലിക്കുന്നതിന് വേണ്ടി അതിലേക്കും ധാരാളമായിട്ട് നിങ്ങൾ സംഭാവന നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളോട് ഒരാൾ സഹായം അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും കഴിവിൻ്റെ പരമാവധി സഹായിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തുറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ സഹോദരിമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും
ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഒരു കൂട്ടത്തെ സ്വർഗത്തിലേക്കും ഒരു കൂട്ടത്തെ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ സുദ്ദീഖീങ്ങളുടെ, ആ ശുഹദാക്കളുടെ, ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസങ്ങളിലാണ്, പ്രതിസന്ധികളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ നാഥ. അല്ലാഹുവേ, മാതാപിതാക്കൾ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഞങ്ങളെ പരിപാലിച്ചതുപോലെ അവരെയും പരിപാലിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب ثرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.